Hi dear friends, ഇന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു പൊട്ടി അക്വേറിയത്തിൻ്റെ ഫുള്ള് ക്ലീനിങ് ആണ്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ കുറേ ഗ്ലാസ്സസ് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, അതേപോലെ ബോട്ടം ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. പക്ഷേ കസ്റ്റമറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ദാറ്റ് മീൻസ് നമ്മുടെ ഈ അക്വേറിയം മാറ്റിയിട്ട് പുതിയൊരു അക്വേറിയം എടുക്കുന്നതായിരിക്കും ലാഭം. പക്ഷേ ഈ ഒരു അക്വേറിയം അതേ തന്നെ ഒരാൾ ഗിഫ്റ്റ് കൊടുത്താന്ന് പറഞ്ഞു. അങ്ങനെ ഈ അക്വേറിയം തന്നെ ശരിയാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ വർക്കാണ് ചെയ്യാൻ പോകുന്നത്. ഫുള്ള് വീഡിയോ കാണണം. ഫുൾ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇതുപോലെ പൊട്ടിയൊരു അക്വേറിയം നമ്മൾ എങ്ങനെ വൃത്തിയാക്കി എടുക്കും. അതിന് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കട്ടറാണ്, പെൻ കട്ടർ വെച്ചിട്ട് ആദ്യമേ തന്നെ ഈ ഭാഗം കണ്ടോ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വിടണം. ഇങ്ങനെ ഓരോരോ ഗ്ലാസ് ശ്രദ്ധിച്ച് ചെയ്യണം. കൈ മുറിയാനായിട്ട് സാധ്യതയുണ്ട്, അപ്പം ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളേ. കണ്ടോ ഓരോരോ ഗ്ലാസ്സസ്. ചിലപ്പോൾ ചില ഗ്ലാസ് ഇങ്ങനെ ഇളകി വരും, ചിലത് ഇളകി വരത്തില്ല. അപ്പം അത് ശ്രദ്ധിച്ച് ഇങ്ങനെ കട്ട് ചെയ്തിരുന്നേ. കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയതൊക്കെ ഒരു അത് ഇങ്ങനെ ഓരോ ഗ്ലാസസിന് ഇടയ്ക്കുന്ന ഗ്യാപ്പെല്ലാം നമ്മൾ കറക്റ്റായിട്ട്. ഇതിപ്പോൾ സൈഡ് ഗ്ലാസും ബാക്ക് ഗ്ലാസും മാത്രമേ ഉള്ളൂ പൊട്ടാത്തത്, ബാക്കിയെല്ലാം നമുക്ക് പൊട്ടിയതാണ്. ഇതൊരു 3mm ഗ്ലാസ് ചെയ്തിട്ടുള്ളൊരു അക്വേറിയം. സ്ലോലി പതുക്കെ വേണം നമ്മൾ ചെയ്യാനേ, ധൃതിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ പിന്നെ അത് ആ സിലിക്കോണിൻ്റെ പിടുത്തം അങ്ങ് പോകും. അതിൻ്റെ പിന്നെ ഇങ്ങനെ ഇളക്കിയിരുന്നു. കണ്ടോ അതെ, ടൈം പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫോർവേഡ് ചെയ്ത് വിടുന്നത്. സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 മണിക്കൂറുള്ള എടുത്ത വർക്കാണ്. അത് നമ്മളൊരു 4 മിനിറ്റ്സിൻ്റെ വീഡിയോ ആക്കി കൺവേർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഫുൾ വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കണേ. സിലിക്കോണൊക്കെ നമ്മൾ നല്ലപോലെ വൃത്തിയാക്കണം. ഇതുപോലെ നമ്മൾ പൊട്ടിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുമ്പം സിലിക്കോൺ നമുക്ക് നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം. ഇപ്പോൾ ഇതൊക്കെ ചെളി പിടിച്ച ഗ്ലാസ് ആണെങ്കിൽ പോലും അക്വേറിയം ഉണ്ടായി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്തുമാത്രം അതിനകത്ത് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം കണ്ടോ ഫുള്ള് ഗ്ലാസ് നമ്മൾ ക്ലീൻ ചെയ്യും. സിലിക്കോണിൻ്റെ ഒരു റെസിഡ്യൂവും പോലും കാണാത്ത രീതിയിലാണ് നമ്മളത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഒരു പുതിയ അക്വേറിയം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഗ്ലാസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റിന് പോലും ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ പൊട്ടിപ്പോയ അക്വേറിയമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനായിട്ടുള്ള ടൈം എടുക്കും. ഫുള്ള് കഴുകി വൃത്തിയാക്കി, ഗ്ലാസ്സൊക്കെ കഴുകി വൃത്തിയാക്കി ഫുള്ള് ക്ലിയറാക്കി നിങ്ങൾക്ക് അക്വേറിയം ലാസ്റ്റിൽ നിങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അക്വേറിയം ഉണ്ടാക്കാൻ പോവുകയാണ്. കണ്ടോ നമ്മൾ വാച്ച് ടൈം അല്ല വേണ്ടിയല്ല ചെയ്യുന്നത്, ഒരു ഇൻഫർമേഷൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു പാഷനാണ് അക്വേറിയംസൊക്കെ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അക്വേറിയം ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനകത്ത് കാണാൻ സാധിക്കുന്നത്. ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണ്ട. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ രേഖപ്പെടുത്തണം. ക്ലാമ്പ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കണം. ക്ലാമ്പ് ഉപയോഗിച്ചാൽ നല്ല നമുക്കൊരു ഉറപ്പാണ് അക്വേറിയംസൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. 90 ഡിഗ്രി തന്നെ നമുക്ക് കിട്ടും. കണ്ടോ അങ്ങനെ നമ്മൾ പൊട്ടിപ്പോയൊരു അക്വേറിയം, കസ്റ്റമറിൻ്റെ നൊസ്റ്റാൾജിക് അക്വേറിയം നമ്മൾ വൃത്തിയാക്കി എടുത്തേക്കുവാണ്. അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോസ് നമുക്ക് അടുത്ത പുറകെ തരാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. താങ്ക് യു.